ഹൈ ഫ്രണ്ട്സ്, ഞാൻ സുലിയറ. അപ്പോൾ ഇന്ന് ഭയങ്കര കോട്ടക്കല് തിരൂര് മാർക്കറ്റൊക്കെ പോവാണ്ട്. അപ്പോൾ പോകുമ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ തിരൂര് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അപ്പോൾ അവിടുന്ന് കോട്ടക്കലിൽ നിന്നും തിരൂരിലേക്ക് പോയ ബസ്സിൽ നല്ല തിരക്കായത് കൊണ്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ല. കാര്യമായിട്ട് ഇരുന്ന് പോകാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. അങ്ങനെ നേരെ തിരൂർ ബസ് സ്റ്റാൻഡിലിറങ്ങി. തിരൂർ ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് തിരൂർ മാർക്കറ്റ് ഉള്ളത്. നമ്മളെ റോട്ടിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് കടന്ന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാൽ ഇതാണ് ഗൾഫ് മാർക്കറ്റിലേക്ക് സ്വാഗതം. ഇതാണ് തിരൂരിലെ ഗൾഫ് മാർക്കറ്റ്. ഈ ഗൾഫ് മാർക്കറ്റ് കയറുമ്പോൾ തന്നെ ആ ഫസ്റ്റിൽ ഒരു ചെറിയൊരു ഹിന്ദിക്കാർ നടത്തുന്ന കട ഉണ്ടാവും. ഇവിടെ പേഴ്സും ബെൽറ്റും ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഓരോ കടകൾ, ഡ്രസ്സുകളും മൊബൈൽ ഫോണുകളും ചൈനയുടെ വിവിധ ഉൽപ്പന്നങ്ങൾ, ഫ്ലവർ എന്ന് വേണ്ട ഐറ്റംസ് എല്ലാം നമുക്ക് ഈ ഒരു ഗൾഫ് മാർക്കറ്റിൽ നിന്ന് കിട്ടും. ഇതിങ്ങനെ ഈ റോഡ് മാത്രമല്ല കേട്ടോ ഗൾഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ ഓരോ ഗല്ലികളാണ്. 3-4 ഉള്ളിലായിട്ടുള്ള 2 സൈഡിലും കടകൾ, സെൻറ്ററിൽ ചെറിയ റോഡുകളുള്ള ഗല്ലികളാണ് ഉള്ളത്. അതിൽ മെയിൻ റോഡാണ് ഈ കാണുന്നത്. ഈ റോഡ് നേരെ പോകുന്നത് റെയിൽവേക്കാണ്, തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഈ റോഡ് നേരെ പോകുന്നത്. അതിൻ്റെ 2 സൈഡിലും ഇത് ഇപ്പോൾ ഈ ഒരു ഏരിയ നല്ല ഡെവലപ്പായിക്കൊണ്ടാ. എന്നാൽ മറ്റുള്ള ഇതുപോലുള്ള ഗല്ലികളിലൊന്നും കാര്യമായിട്ട് റോഡ് വീതിയില്ല കേട്ടോ, ചെറിയ റോഡാണ്. എന്നാൽ ഇതാണ് മെയിനായിട്ട് ഉള്ള റോഡ്. എന്നാൽ സാധനങ്ങൾ മറ്റുള്ള സൈഡിലും ഒരുപാട് നിരവധി വഴികളാണ് ഇതിലുള്ളത്. ഇതാണ് അതിൻ്റെ എൻഡ്. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ക്രോസിൽ ഈ റോഡ് പോകുന്ന മാർക്കറ്റിലേക്കാണ്. ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷന്. അങ്ങനെ തിരുവ് പോയിക്കാണ്ട് തിരിച്ച് കക്കാട്ടിലേക്ക് വന്നപ്പോൾ ഇതുണ്ടല്ലേ, കോയിച്ചനയിൽ നമ്മുടെ NHൻ്റെ വർക്കിനും വേണ്ടി കൂട്ടിയിട്ട മെറ്റലാണ് ഈ കാണുന്നത്. എത്ര ലോഡ് ഉണ്ടാവുന്നേ ആർക്കും അറിയാൻ കഴിയില്ല. അത്രത്തോളം മെറ്റലാണ്. ഈ റോഡിനുള്ള മൊത്തം മെറ്റൽ ഇപ്പോൾ കൂട്ടിയിട്ടു എന്നാണ് തോന്നുന്നത്. കണ്ടില്ലേ, അത്രത്തോളം മെറ്റൽ, ലോഡ് കണക്കിന് മെറ്റലാണ് ഈ കൂട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എത്ര ദൂരത്തേക്കാണ് മെറ്റൽ. ആയിരക്കണക്കിന് ലോഡ് മെറ്റലാണ് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ NHും കൂടെ പോകുമ്പോൾ കുറേ സർവീസ് റോഡ് കൂടെ പോകണം. അത് കഴിഞ്ഞാൽ പിന്നെ നല്ല ഇപ്പോൾ റോഡ് ഉണ്ടാക്കുന്ന NHൻ്റെ പണി പൂർത്തിയായ സ്ഥലത്ത് കൂടി ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടത്തി വിടുന്നുണ്ട്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലെങ്കിലും പണി കഴിഞ്ഞ ഏരിയയിലൂടെ വാഹനങ്ങൾക്ക് പോവാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ബസ്സിലാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളെ ഇറക്കുന്ന ടൈമിൽ സർവീസ് റോഡിലേക്കും ബസ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിലെ റോഡ് പണിയൊക്കെ ബഹുത്തായിട്ട് മുന്നേറുകയാണ്. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഫിനിഷിംഗ് വർക്കുകൾ മാത്രമേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, ഇതിപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് ഇപ്പോൾ സർവീസ് റോഡിലേക്ക് കടക്കുകയാണ്. ആളുകളെ ബസ്സിന് കൈ കാട്ടിയപ്പോൾ അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഓക്കെ.